സിനിമയിൽ പവർ ഗ്രൂപ്പ് നിലനിൽക്കില്ലെന്നും ആരെയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും നടൻ മുകേഷ്. പവർ ഗ്രൂപ്പിനെ കുറിച്ച് തനിക്കറിയില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പൊന്നും സിനിമയിൽ വരാൻ സാധ്യതയില്ല. അത് നിലനിൽക്കില്ല. എത്രയായിട്ടും പവർ ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും മുകേഷ് പ്രതികരിച്ചു. തൻ്റെ അടുത്ത് ആരും പരാതിയുമായി വന്നിട്ടില്ലെന്നും മുകേഷ് പറഞ്ഞു. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. തൻ്റെ കുടുംബത്തിൽ തന്നെ നിരവധി പേർ കലാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല തൊഴിൽ അന്തരീക്ഷം സ്ത്രീകൾക്ക് ഉണ്ടാകണമെന്നും മുകേഷ് പറഞ്ഞു. രഞ്ജിത്തിനെതിരായ പരാതി അന്വേഷിക്കട്ടെയെന്നും മുകേഷ് പറഞ്ഞു. അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെ മുഖത്തു നോക്കും? ആരോപണങ്ങൾ ഉയരുമ്പോൾ രാജിവെച്ചാൽ രാഷ്ട്രീയത്തിൽ ആരെങ്കിലും സ്ഥാനത്തിരിക്കുമോ എന്ന് ചോദിച്ച മുകേഷ്, രാജിവെക്കണോ എന്നത് അവരുടെ ആത്മവിശ്വാസവും അവരുടെ മനസാക്ഷിയുമാണെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവർ കേസ് ഇല്ലെന്ന് പറയുകയാണെങ്കിൽ എന്താവും സ്ഥിതിയെന്നും മുകേഷ് ചോദിച്ചു. അമ്മ സംഘടനയിലെ കാര്യങ്ങൾ അതിൻ്റെ ഭാരവാഹികൾ പറയും. താൻ ഇപ്പോൾ ഭാരവാഹി അല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അവർ വരും. ഹേമ കമ്മിറ്റിയെ വെച്ചത് തന്നെ വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. മറ്റു സംസ്ഥാനങ്ങൾ ഇത് കണ്ടു പഠിക്കണമെന്നും മുകേഷ് പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.